അപ്പം കേസ് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു മീൻ അടിച്ചു തരാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ കേസ് ഇവിടെ ഹലോ മച്ചന്മാരെ, കൊച്ചു സ്പെഷ്യൽ ബ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കേസ് മച്ചന്മാർ ഇന്നത്തെ വീഡിയോ നോക്കി നമ്മൾ അടിയായിട്ടുള്ള ഒരു സംഭവം എടുക്കാൻ വേണ്ടി പോവാണ്. അതെന്താ നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേസ്, നമ്മൾ ഇന്ന് കിട്ടായിട്ടുള്ളൊരു സംഭവം എടുക്കാൻ വേണ്ടി പോകും. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് അതെന്ത് ചോദിച്ചാൽ നമ്മൾ ഇന്നൊരു സ്റ്റിക്ക് എടുക്കാനുള്ള പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന മച്ചന്മാർക്കൊക്കെ അറിയായിരിക്കും നമുക്ക് കുറേ പ്രോബ്ലം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റിക്കിന് റീലിനൊക്കെ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാത്ത മച്ചന്മാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ മച്ചന്മാരെ എൻ്റെ ഈ ഒരു സ്റ്റിക്ക് നിങ്ങൾക്ക് അറിയാലോ കേസ്, അത് നമ്മുടെ ലുക്കാനയുടെ 7 ഫീറ്റ് വരുന്ന സ്റ്റിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു സ്റ്റിക്കാണിത്. അപ്പോൾ ഞാൻ ഇത് വെച്ചാണ് മീൻ പിടിക്കാനൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പന്തളത്ത് കാസ്റ്റിങ്ങിന് പോയ സമയത്ത് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് നമ്മുടെ സ്റ്റിക്കൊക്കെ ഒടിഞ്ഞു പോയതാണ്. ഓക്കെ, 6 പീസായിട്ട് ഒടിഞ്ഞു പോയി. ബാക്കി പീസൊക്കെ നമ്മൾ വലുതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് കാണിക്കാൻ വേണ്ടി ഇതാണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് ഒടിഞ്ഞു പോയ ആ 2 പീസ് കാര്യങ്ങളൊക്കെ. അപ്പം ഈ സ്റ്റിക്ക് ഒടിഞ്ഞപ്പോൾ നമുക്ക് റീല് വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും റീൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പം നമ്മൾ നേരെ റീൽ നോക്കുകയാണെങ്കിൽ യോളോ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 5000 സീരീസ് വരുന്ന ഒരു റീലാണ്. അപ്പം നമുക്കിപ്പം ഈ ഒരു റീല് മാത്രമേ ഉള്ളൂ, സ്റ്റിക്ക് ഒടിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റീല് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ വേറൊരു സ്റ്റിക്കും നമ്മൾ ബൈക്ക് കാസ്റ്റിങ്ങിന് ഒരു സ്റ്റിക്കും റീലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മേടിച്ച സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ബ്രാവോയുടെ 6 ഫീറ്റ് വരുന്ന ഒരു സ്റ്റിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കാണാൻ നൈസായിട്ടുള്ള ഒരു സ്റ്റിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം ഈ ഒരു സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ റീലിന് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട മച്ചന്മാർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ എന്തായാലും റീലിൻ്റെ കംപ്ലൈൻറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന റീൽ നോക്കുകയാണെങ്കിൽ ഓടി എന്ന് പറഞ്ഞ റീലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചൈന ബ്രാൻഡിൻ്റെ ഒരു റീലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിക്ക് കംപ്ലൈൻറ്റ് ആയി. ഓക്കെ, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രാഗ് എത്ര മുറുക്കിയിട്ടാലും നമ്മുടെ നൂല് ഫ്രീ ആയിട്ട് ലൂസായി പോവാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ മീൻ അടിച്ചാൽ പോലും നമുക്ക് കരയ്ക്ക് കയറ്റാൻ പറ്റത്തില്ല, ചുമ്മാ കിടന്ന് ഹാൻഡിൽ കിടന്ന് ഇങ്ങനെ കറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിക്ക് ഉണ്ട്, പക്ഷേ നമ്മുടെ ബൈക്ക് കാസ്റ്റിങ്ങിൻ്റെ റീലില്ല. ഓക്കെ, അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റീലുണ്ട്, പക്ഷെ നമുക്ക് സ്റ്റിക്ക് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ബൈക്ക് കാസ്റ്റിങ്ങിന് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് റീലും ഇല്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയായിട്ടുള്ള സ്റ്റിക്ക് എടുക്കാൻ നമ്മൾ എന്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യോളോ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു റീലിൻ്റെ ഒരു സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന വേറെ ഒന്നുമല്ല, വള്ളിക്കോട് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ വള്ളിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പോകാറുള്ള ആ ഒരു ഷോപ്പിൽ തന്നെയാണ് നമ്മൾ പോയി ഇന്ന് സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മീൻ അടിക്കുമല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ പോയിട്ട് ഫിറ്റായിട്ടുള്ള സ്റ്റിക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ നേരെ ചൂണ്ടക്കടയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചമരെ നമ്മളകത്തോട്ട് അടിപൊളി സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി പോണേ. നമ്മളകത്തോട്ട് പോവാം. ഗൈസ് അപ്പോൾ നമ്മൾ കുറേ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മണി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരെ 2 സ്പൈഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പെൻസിൽ ലൂർ എടുത്തിട്ടുണ്ട്, സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു അടിയായിട്ടുള്ളൊരു ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനമാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ മച്ചാമാരെ അങ്ങനെ ഞാനും വിജിത്തും കൂടെയാണ് നമ്മൾ ഇന്ന് കാസ്റ്റിങ്ങിന് ഇറങ്ങിയേക്കുന്നത്. അപ്പം തന്നെ നമ്മൾ ഈ വന്ന വഴിക്കുണ്ടല്ലോ, ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഭയങ്കര കാടാണ്, പക്ഷേ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് മീനുണ്ടെന്നാണ് ഇപ്പം പറഞ്ഞത്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സ്ട്രൈക്കോ കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പം വിജിത്ത് വെച്ചാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ റീല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്, ബ്രൈഡൊക്കെ കയറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബീത്ത് കാസ്റ്റ് ചെയ്യും, നമ്മളത് ഷൂട്ട് ചെയ്യും. നോക്കി അടിപൊളി ഒരു കുളമാണ് കേട്ടോ, സെറ്റൊരു കുളമാണേ. അപ്പം മീനുണ്ടായാൽ മതി. സൈഡ് വാരൊക്കെ അടിച്ചോ. ഇവിടെ നമ്മൾ അറിയില്ല. നമ്മുടെ പുതിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ സ്റ്റിക്ക്. എൻ്റെ പോലെ ഇത് നമ്മുടെ റീല് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടു. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റിക്കും റീലെല്ലാം റെഡി ആക്കിയിട്ടുണ്ടേ. ഇനി നേരെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകട്ടോ. ലോങ് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഒത്തിരി ലോങ് ഒന്നും പോകുന്നില്ല.
ചെറിയൊരു കഷ്ടമൊക്കെ കിടക്കില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വരാലോ എന്ന് നടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്ന തരത്തില്ല. ഈ പാലിനകത്താണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉടലിൽ വരാലോ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് കാസ്റ്റ് നോക്കാവേ. ഇത് വീട്ടിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഇഷ്ടംപോലെ വരാലിപ്പോൾ നമ്മൾ കണ്ടു കേട്ടോ. ഈ സാരി വർഷത്തോട്ടല്ല വരാല് പൊങ്ങി കേട്ടോ. മീൻസ് 1-2 കൂട്ടത്തോടെ വന്നു കേട്ടോ. അവിടെ വെള്ളം ഇല്ലാത്തടത്തുനിന്ന് കയറി വന്നേ. എന്തായാലും നമുക്കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടുമില്ല എന്നുള്ളത്. എൻ്റെ കേസ് ആ ഒരു കമ്മിൻ്റെ അടുത്ത് നോക്കി ഒരു വരാല്ല അങ്ങനത്തോട് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് പുത്തിനകത്തിട്ട്. ശരി ഹെവി സാധനം തന്നെ കേട്ടോ. അവനെ അടിച്ചു കയറ്റാൻ വേണ്ടി പറ്റും നോക്കാവേ. അപ്പോൾ ചമ്മര അങ്ങനെ നമ്മൾ നേരെ വേറൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ സ്റ്റിക്ക് എടുത്തുകൊണ്ട് നമ്മൾ മീൻ പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്ത് വന്നാലും നമ്മളിന്ന് മീൻ പിടിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വന്നേക്കുന്നത് വേറൊരു സ്പോട്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്നും കിട്ടുന്ന നല്ല പ്രതീക്ഷയുണ്ട്. അപ്പം നമ്മുടെ സ്റ്റിക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ടാസ്ക് ലെമൺ എന്ന് പറഞ്ഞ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം 7 feet ആണ്ട് നീളമുള്ളൊരു സ്റ്റിക്ക്. ഓക്കെ, അപ്പം എന്തെങ്കിലും നമുക്ക് നേരെ ഇവിടേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അറിയാലോ കേസാണല്ലോ ഇവിടേക്കാണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വരാലും ചെറിയ മീനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ഓരോ സൈഡിൽ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പോകാം കേട്ടോ. പരിപാടി തുടങ്ങിയേക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ എല്ലാ മച്ചന്മാർക്കും അറിയാമെന്നായിരിക്കും. കാരണം ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വരാലൊക്കെ ബ്രീഡായി കിടക്കുന്ന നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. കാരണം എന്തായാലും നല്ല കിടില മീനൊക്കെ ഇവിടെ കാണും. ഏതെങ്കിലും ഒരെണ്ണം അടിച്ചാൽ കൊള്ളാമായിരുന്നു. ഇനി ഇവിടെയും കൊണ്ടിട്ട് നോക്കാം. അപ്പോൾ കേസ് എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു മീൻ അടിച്ചു കയറ്റാൻ വേണ്ടി പറ്റും കേട്ടോ. നോക്കിയ കേസ് ഇവിടെ ഒരു വരാലിനെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. എന്തായാലും കേസ് ഒരു അടിപൊളിയൊരു സാധനം തന്നെ കേട്ടോ. അപ്പോൾ നോക്കിയ കേസിൻ്റെ ദേഹത്തൊക്കെ നല്ല രീതിക്ക് പരിക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അറ്റാക്കൊക്കെ ചെയ്തൊരു മീനാട്ടോ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു കിട്ടിലൊരു നാടൻ വരാലാണ് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ എന്തായാലും നമ്മുടെ സ്റ്റിക്കിൽ മീൻ പിടിക്കുന്ന പറഞ്ഞാൽ മീൻ പിടിച്ചിരിക്കും. എന്തായാലും സാധനം കിട്ടി. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ വീഡിയോസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. ഇതിനേക്കാളും കിട്ടായിട്ടുള്ള ഒരു വിഷയം നമ്മൾ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.